ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്തൃ സുവിശേഷനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ സാക്ഷി നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഒരു വിടുതലായിത്തീരും. കർത്താവ് തന്നെ എവിടുന്നെയാണ് കൊണ്ടുവന്നത്, കർത്താവ് തന്നെ നടത്തിയ വിധങ്ങളൊക്കെ വലിയൊരു അത്ഭുതത്തിൻ്റെ നല്ലൊരു സാക്ഷ്യമാണ്. അത് കേൾവിക്കാരുടെ ഒക്കെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ആ ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദേവദാസനെ, എന്തുകൊണ്ട് വിശേഷം? ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഓക്കെ, ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നപ്പാ. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും കർത്താവ് വിളിച്ച് വേർതിരിച്ചതും ഒക്കെ സംസാരിപ്പാനുള്ള ദൈവകൃപത്തിൻ്റെ ദാസന്റെ മേൽ പരിശുദ്ധാത്മാവ് കൊടുത്താട്ട് ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ദേവദാസനെ, എവിടുന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞാട്ട്? തൊടുപുഴ തെക്കുംഭാഗം. ഓക്കെ, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യയും 3 മക്കളും. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുകയാണല്ലോ? മൂത്ത മോനാണ്. മോനെ ഇപ്പൊ ഒരു വണ്ടി ഓടിക്കാൻ പോവുകയാണ് ഡ്രൈവറായിട്ട്. രണ്ടാമത്തെ മോള് ഡൽഹിയിലാണ്. മൂന്നാമത്തെ മോള് നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. രണ്ടാമത്തെ മോള് നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞതേ ഉള്ളൂ. ജോലിയിലേക്ക് പ്രവേശിക്കണം. ഓക്കെ, ഓക്കെ. കർത്താവ് നിങ്ങളെ കുടുംബമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ, ഇനിയുള്ള സമയം ഞാൻ ദൈവദാസന് നൽകി തരികയാണ്. ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു പാസ്റ്റർ. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം ഞങ്ങളുടെ കുടുംബത്തില് നിവൃത്തിയായി. അപ്പോസ്തല പ്രവൃത്തിയിൽ 16-ാം അധ്യായത്തില് പറയുന്നത് പോലെ 93-ല് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി. 1975-ലാണ് എൻ്റെ ജനനം. വളരെ കഷ്ടത്തിലൂടെ തകർന്ന ശാപത്തിൽ കിടന്ന എന്നെ ദൈവം കണ്ടു, വീണ്ടെടുത്തു, ദൈവത്തിന്റെ പദ്ധതിക്കായി വിളിച്ചു വേർതിരിച്ചു. പലവിധ ശാപത്തിലായിരുന്നു എൻ്റെ കുടുംബം. എൻ്റെ ജനനത്തെങ്കിൽ എന്നെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയും കഞ്ചാവിനും അടിമയായിരുന്നു. എന്നെ അമ്മ ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ മൂത്ത ചേട്ടന്റെ ഇളയ ചേട്ടൻ ആസിഡ് കുടിച്ച് മരിക്കുവാൻ ഇടയായി. അത് പിതാവ് ഉപദ്രവിച്ചതിന്റെ ഫലമായിട്ടാണ് ചേട്ടൻ ആസിഡ് കുടിച്ച് മരിക്കുവാൻ ഇടയായി. അപ്പോൾ ചേട്ടൻ മരിക്കാൻ പെരയ്ക്ക് ചുറ്റും ആസിഡ് കുടിച്ച് നിലവിളിച്ച് ഓടിയപ്പം നിറവയറോടുകൂടി അമ്മ ചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചു. അപ്പോൾ പിതാവ് അമ്മയുടെ വായില് പനാമ്പർ വിഷം ഒഴിച്ചു കൊടുത്തു. അന്ന് അതിലൊരു തുള്ളി എങ്കിലും ഉള്ളിൽ പോയായിരുന്നെങ്കിൽ അമ്മ മരിച്ചില്ലെങ്കിലും ഞാൻ തീർച്ചയായിട്ടും അബോർഷനായി പോകുമായിരുന്നു. ആ സ്ഥാനത്ത് ദൈവം എന്നെ കണ്ടതുകൊണ്ട് എന്റെയും അമ്മയുടെയും ജീവനെ ദൈവം നിലനിർത്തി. 75-ൽ ജനിച്ചു. ഞങ്ങള് 10 മക്കളായിരുന്നു. പിതാവിന്റെ പേര് തോമസ്, മാതാവിന്റെ പേര് റാഗേല്. അവർക്ക് 10 മക്കളിൽ 10-ാമനാണ് ഞാൻ. 8 ആണും 2 പെണ്ണുമാണ്. എൻ്റെ ജനനത്തോടു കൂടി ഒരു ചേട്ടൻ ആത്മഹത്യ ചെയ്തു. പിന്നെ എനിക്ക് 8 വയസ്സുള്ളപ്പോ എൻ്റെ പെങ്ങള് അന്ന് അമ്മയുടെ വായിൽ ഒഴിച്ചു കൊടുത്ത അതേ പനാമ്പർ കഴിച്ച് എൻ്റെ പെങ്ങള് മരിച്ചു. പെങ്ങള് മരിച്ച് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ്, ഞാൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ആ വർഷം തന്നെ ഞങ്ങൾക്ക് ഉള്ള വീടിന് വലിയ വീടായിരുന്നു. അന്നത്തെ കാലത്തെ വലിയ വീടായിരുന്നു.
തൊടുപുഴ തന്നെ 10 ഏക്കർ സ്ഥലത്തോളം ഉണ്ടായിരുന്നു. ഹൈ റേഞ്ചിൽ ഉപ്പുതറയിൽ 10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ 10-20 ഏക്കർ സ്ഥലത്തിന്റെ ഉടമയായിരുന്നു പിതാവ്. അപ്പൊ അന്നത്തെ രീതിയിൽ നല്ല സാമ്പത്തിക നിലയുള്ളത് കൊണ്ടും പിതാവ് നല്ല രാഷ്ട്രീയക്കാരനായതുകൊണ്ടും പിതാവിനോടുള്ള പ്രയാസം കൊണ്ട്, കുശുമ്പും കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഞങ്ങള് ഞാനും എൻ്റെ തൊട്ട് മൂത്ത സഹോദരങ്ങൾ 5 പേരും, ഞങ്ങൾ 2 വയസ്സിന്റെ വ്യത്യാസവും. ഞങ്ങൾ 5 പേരും പിതാവും തന്നെ ഭവനത്തിലായിരിക്കുമ്പോൾ പിതാവ് ഞങ്ങൾക്ക് മദ്യം, അന്ന് ചാരായമായിരുന്നു, ചാരായം ഊറ്റി തന്നു. ഞങ്ങളെല്ലാവരും കുടിച്ചു. അതിൽ മൂത്ത ചേട്ടൻ മാത്രം കുടിക്കാതെ, ഞങ്ങൾ 5 പേരിൽ മൂത്തയാള് മദ്യം കുടിക്കാതെ ഇരുന്നത് കൊണ്ട് ബാക്കി ഞങ്ങളുടെ ജീവൻ അന്ന് രക്ഷപ്പെടുവാൻ ഇടയായി. ഞങ്ങളുടെ പെരയ്ക്ക് 3 വർഷത്തെ ആദായം പെരയ്ക്കകത്തുണ്ടായിരുന്നു. റബ്ബർ ഷീറ്റ്, കുരുമുളക്, കാപ്പിക്കുരു, നെല്ല്, ഇതെല്ലാം കപ്പ ഉണങ്ങിയത്, ഇതെല്ലാം 3 വർഷത്തെ ആദായം ഭവനത്തിലുണ്ടായിരുന്നു. ആ ഭവനത്തില് ഓടിട്ട വീടായിരുന്നു. മണ്ണെണ്ണ ഒഴിച്ച്, പണിക്കാരെ വിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. അന്ന് ഞാനും എൻ്റെ സഹോദരങ്ങളും ബന്ധു മരിക്കേണ്ടതായിരുന്നു. ഈ ഒരു സഹോദരൻ മദ്യം കഴിക്കാത്തത് കൊണ്ട് ഓട് പൊട്ടി മെച്ചുംപുറത്ത് വീഴുന്ന ഒച്ച കേട്ട് ഞങ്ങളെ എല്ലാം വിളിച്ചേൽപ്പിച്ചു. അപ്പൊ ഞാനും അന്ന് പൂസുംപുറത്താ. 3 വയസ്സ് 8 വയസ്സേ ഉള്ളൂ എങ്കിലും അന്ന് നല്ല പൂസുംപുറത്താ. അപ്പൊ ഞാൻ പറയുന്നത്, പിതാവിനെ ഇട്ടേച്ച് ഞാൻ ഒന്നും പോണില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയുമ്പോൾ ചേട്ടനും 2 ചേട്ടന്മാര് കൂടി എന്റെ കാലിലും കയ്യിലും പിടിച്ച് എടുത്ത് മുറ്റത്ത് കൊണ്ടുപോയി ഇട്ടേച്ച് പെരപ്പുറത്തേക്ക് നോക്കാൻ വന്നു. പാതിരാത്രിയാ, ഒരു 1 മണി 2 മണി സമയത്താ. വീട് മൊത്തം ആളി കത്തുന്നതാണ് കാണുന്നത്. അന്നേരത്തേക്കും പിതാവ് കുളിക്കാൻ പോയതായിരുന്നു. പിതാവ് എങ്ങനെയോ അറിഞ്ഞു വന്നതേ ഞങ്ങളോട് പറഞ്ഞു, പോയത് പോട്ടറാ മക്കളെ, ഇനിയും ഉണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരു വീടും കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളെ കയ്യെ പിടിച്ച് അടുത്ത വീട്ടിലേക്ക്. നമ്മൾ ഏത് വിശ്വാസത്തിലായിരുന്നു അന്നേരം നിന്നത്? അത് പറഞ്ഞാട്ടെ. അന്ന് ഞങ്ങള് കത്തോലിക്ക സഭയിലായിരുന്നു. റോമൻ കത്തോലിക്ക സഭയിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. വലിയ കുടുംബ പശ്ചാത്തലമാണ്. മെത്രാന്മാര്, 2 മെത്രാന്, 14 അച്ഛന്മാര്, 32 കന്യാസ്ത്രീമാര് ഉള്ള വലിയൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നിന്ന് 3 വീട്ടുപേരിലാണ് അറിയപ്പെടുന്നത്: പൊതൂര്, പോത്തനാമൊഴി, കോടമുള്ളി. യഥാർത്ഥത്തിൽ കോടമുള്ളിയാണ്. ഒരപ്പന്റെ 3 മക്കളാണ്. മൂത്ത മകൻ വീട് വെച്ച് വേറെ പോയപ്പോൾ പോത്തനാമൊഴി എന്ന് വീട്ടുപേര് ഇട്ടു. പോത്തനാമൊഴിയിലെ ചേട്ടനും അനിയനും മെത്രാന്മാരാണ്. മാനന്തവാടി രൂപതയിൽ ഇരുന്ന മെത്രാനും കോതമംഗല രൂപതയിൽ ഇരുന്ന മെത്രാനും എൻ്റെ ചേട്ടന്മാരാണ്. അവർ 2 പേരും മരിച്ചുപോയി. ഇതിനിപ്പോ ഉള്ള മെത്രാനും മുന്നുള്ള മെത്രാന്മാരാണ്. അങ്ങനെ വലിയ പാരമ്പര്യത്തിൽ നിന്ന്, പാരമ്പര്യം കത്തോലിക്കനാണ് എങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസമോ ഒന്നുമില്ലായിരുന്നു. അപ്പൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഒരു ദൈവ ഭയമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു. ഹൈറേഞ്ചിൽ 10 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഞ്ചാവ് സുലഭമായിട്ടുണ്ട്. ഞങ്ങള് മക്കളെല്ലാവരും 10 മക്കളും കഞ്ചാവ് വലിക്കുമായിരുന്നു. ഞാൻ 6ാം ക്ലാസ്സിലും 7ിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഒരു വീട് കഞ്ചാവായിരുന്നു. അങ്ങനെ തകർന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ദൈവം എന്നെ കണ്ടതുകൊണ്ട്, ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് ദൈവം എന്നെ വിടുവിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ 2000-ല് 93-ൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 98-ല് ഞങ്ങളുടെ വിവാഹം നടന്നു. കത്തോലിക്കയിൽ നിന്ന് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. ഭാര്യയുടെ വീട്ടിലും പിതാവും മാതാവും, അവര് 6 മക്കളാണ്. 6 മക്കള് പെൺമക്കളാണ്. അതില് 2ാമത്തെ ചേച്ചി കന്യാസ്ത്രീയാണ്. പാലായില് മഠത്തിലാണ്, മുത്തോലി മഠത്തിലെ ഇപ്പോൾ മദറാണ്. TTC കോളേജിലെ ലെക്ചറുമാണ്. എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞാട്ടെ. രക്ഷിക്കപ്പെടാനുണ്ടായ കാരണങ്ങൾ എങ്ങനെയാണ്? 93-ൽ വീട്ടില് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. ഒരു അല്പസമാധാനം. പിതാവും മാതാവും എന്നും ബഹളമാണ്. സഹോദരങ്ങൾ തമ്മിലാണേലും ബഹളമാണ്. ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോൾ CSIയിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ, നല്ല പാട്ടുകാരനൊക്കെ ആയിരുന്നു. പുള്ളി ഒരു ആത്മീയ കൂട്ടായ്മ നടത്തി. ആ കൂട്ടായ്മയിൽ ഞാൻ പോകും.
അപ്പൊ ഈ പാട്ടൊക്കെ കേൾക്കും, ക്രിസ്തീയ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു ദൈവിക സമാധാനം ഉള്ളത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ ബുധനാഴ്ചയും ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോകുമായിരുന്നു. ഒരിക്കൽ പെരുമറ്റത്ത് ഒരു കൺവെൻഷൻ നടന്നു. PG വർഗീസങ്ങൾ വന്ന് നടത്തിയ, എല്ലാ വർഷവും ആ പെരുമറ്റത്ത് കൺവെൻഷൻ ഉണ്ട്. പെരുമറ്റം കൺവെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ആ 93 ആ കൺവെൻഷനിൽ ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അത് കഴിഞ്ഞ് വീണ്ടും ശിശുസ്നാനം തെറ്റാണ്, മുതിർന്ന സ്നാനമാണ് വേണ്ടത് എന്നുള്ള ബോധ്യം കിട്ടി. 2003 ഞങ്ങൾ സ്നാനപ്പെടുന്നത്. അസംബ്ലീസ് കോഡ് തൊടുപുഴ സഭയിലാണ് സ്നാനപ്പെട്ടത്. 9 വർഷത്തോളം അസംബ്ലീസ് കോഡ് സഭയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2006 ഞാനും ഭാര്യയും ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാൻ ഇടയായി. ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഗുലർ ക്ലാസ്സിൽ 2 വർഷം പോയി പഠിച്ച് IPCയിലാണ് ബൈബിൾ കോളേജിൽ പഠിച്ചത്, തൊടുപുഴ തന്നെ. അങ്ങനെ ഗ്രാജുവേഷൻ കിട്ടി. 2011 ഞങ്ങള് കർത്താവിന്റെ വേലയ്ക്കായി, ശുശ്രൂഷയ്ക്കായി ഇറങ്ങി. 2011 മുതൽ 17 വരെ ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു അച്ഛൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്. ആ അച്ഛന്റെ കീഴിൽ പാസ്റ്ററായിട്ട് പുള്ളി വർക്ക് ചെയ്യുന്നു. പുള്ളിയുടെ കീഴിൽ 6 വർഷത്തോളം പുള്ളിയുടെ ഒപ്പം ശുശ്രൂഷകനായി കർത്താവിന്റെ വേല ചെയ്തു. 2018 മുതൽ ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിൽ ആരാധന ആരംഭിച്ചു. കൊറോണയ്ക്ക് മുമ്പ് വരെ ആത്മാക്കളൊക്കെ കടന്നു വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കൊറോണ കഴിഞ്ഞ പിന്നെ ആൾക്കാർ വരുന്നില്ല. എന്നാൽ ഇവിടെ ഹിന്ദുക്കളുടെയും കത്തോലിക്കരുടെയും നടുക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. അവരൊക്കെ ഹിന്ദുക്കളും കത്തോലിക്കരൊക്കെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നുണ്ട്. ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട അനേകരെ വിടുവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഞങ്ങൾ CA ജോസഫ് അച്ഛൻ്റെ കീഴിൽ ഞങ്ങൾ അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്ത കാലഘട്ടത്തിൽ 16 പേരെ ഒരുമിച്ച് സ്നാനപ്പെടുത്തുവാൻ, ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി സ്നാനപ്പെടുത്തുവാൻ ഇടയായി. കഴിഞ്ഞ 2000 വലിയ ഒരു അനർത്ഥം എൻ്റെ ഭവനത്തിലുണ്ടായി. ഞാൻ രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെടുന്നതിന് മുമ്പ് 98 വിവാഹം കഴിഞ്ഞു. 2000 പിന്നെ 99 ഞങ്ങൾക്ക് ഒരു മോനുണ്ടായി. ആദ്യത്തെ മോന് കൊച്ച് അബോർഷൻ 3 മാസം കഴിഞ്ഞപ്പോൾ അബോർഷൻ ആയിപ്പോയി. രണ്ടാമത്തെയാണ് തോമസ് കുട്ടി എന്നുള്ള മോനുണ്ടായി. അവന് ഉണ്ടായി 10 മാസം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മോള് 5 മാസം ഗർഭിണിയായിരുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അനർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട് മൂത്ത ചേട്ടൻ ആസിഡ് കുടിച്ചു മരിക്കുന്നു. അപ്പോൾ തന്നെ 3 മരണം. അമ്മയുണ്ട്. പിതാവ് 96 മരിച്ചു. അമ്മയുള്ളപ്പോഴാണ് 3 മരണം. 3 മക്കള്, സ്വന്തം അമ്മ നൊന്ത് പെറ്റ 3 മക്കള് ആത്മഹത്യ ചെയ്തു. അതിൽ 2 പേര് ആസിഡ് കുടിച്ചു, ഒരാൾ പനാമൃതം കഴിച്ചു. ആ വിഷമം അമ്മയ്ക്ക് താങ്ങാൻ വയ്യാത്ത ഒരു വിഷമമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് അറ്റാക്ക് വന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ അറ്റാക്ക് വന്ന് മരിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ തൊട്ട് മൂത്ത ചേട്ടൻ കുരുടാൻ കഴിച്ച് മരിക്കുന്നു. അപ്പൊ ഇവൻ മരിക്കുന്നതിന് മുമ്പ് അമ്മ മരിച്ച് 40 കത്തോലിക്കരുടെ ഇത് വെച്ച് 41 ഒരു ചടങ്ങുണ്ട്. ഇവനെ കാണാതെയായി. ഒരു 10-30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനെ കാണാതെയായി. അപ്പൊ ഇവൻ മരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പൊ ഞാൻ ഇവൻ മരിക്കാതെ, സജ്ജോ എന്നാണ് പേര്, സജ്ജോ മരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 10 ദിവസം ഉപവാസിച്ചിരുന്നു. അപ്പൊ ഞാനും ഭാര്യയും ഞങ്ങളുടെ അപ്പച്ചന്റെ ചേട്ടന്റെ വീട്ടില് വലിയ തറവാട്, ആ വലിയ തറവാട്ടിൽ പോയി ഞങ്ങൾ ഇരുന്ന് അവരും അവിടുത്തെ പേരപ്പന്റെ മകളും വിശ്വാസത്തിലായിരുന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടിട്ടില്ല. അവരും ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. 10 ദിവസം ആ ഭവനത്തിൽ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, സഹോദരൻ മരിക്കാതിരിക്കാൻ. പക്ഷെ ആ സമയത്ത് സഹോദരൻ മരിച്ചു കിടക്കുകയായിരുന്നു. അവൻ കുരുടാൻ കഴിച്ചു വനത്തിൽ കിടന്ന് മരിച്ചു. ഇത് ഞങ്ങൾ അറിയുന്നില്ല. ഞാൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എനിക്ക് ദർശനം തന്നു. ഞങ്ങള് കാണുകയാണ്. ഞാനും കണ്ടു, ഭാര്യയും കണ്ടു. ഇവൻ മരിച്ചു കിടക്കുന്ന ഭാഗം ഡ്രസ്സൊക്കെ ഇട്ട് മലന്ന്, ഒരു കൈ ചങ്കത്തും വെച്ച് ഒരു കൈ നിവൃത്തിയും വെച്ച് മലന്ന് കിടക്കുന്ന ഭാഗം ദർശനം കണ്ടു. പക്ഷെ അന്ന് അത് ഗ്രഹിക്കാനോ
അതിന്റെ വ്യാഖ്യാനം ഒന്നും കിട്ടാത്തത് കൊണ്ട് വീണ്ടും 7 ദിവസത്തോടെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ച്, ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ഇവനെ രക്ഷിക്കണേ, ഇവൻ മരിക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥന കേൾക്കാൻ ആള് മരിച്ചു കിടക്കുവാണല്ലോ. അത് കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് 10ാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് 11ാമത്തെ ദിവസം ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിൽ ചെല്ലുമ്പോൾ അടുത്തുള്ള ഒരു സഹോദരൻ വീട്ടിൽ വന്നിച്ച് എന്നോട് പറഞ്ഞു, ജയന് മുകളില് വനത്തില് ഒരു മലയാണ്, മുകളില് വനത്തില് തുടങ്ങനാട്ടിലാണ് അന്ന് താമസം ഉണ്ടായിരുന്നത്. വനത്തില് ഒരു ശവം കിടപ്പുണ്ട്. പുല്ല് വെട്ടാൻ പോയ ഒരു അമ്മച്ചി കണ്ട് പേടിച്ച്, അവർക്ക് പനി പിടിച്ച്, അങ്ങനെയാണ് അവിടെ ഒരു ശവം ഉണ്ടെന്ന് കണ്ട്, സജയമാണോ ഇല്ലെന്ന് നമുക്ക് പോയി നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ 11ാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ പോവുക. ഉപവാസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ കയറി ചെന്ന് ഞങ്ങൾ ശവം കണ്ടപ്പോൾ ഞാൻ എങ്ങനെ ദർശനം കണ്ടോ അതേ ഡ്രസ്സ്, കയ്യിൽ മുണ്ടും പൂക്കളുള്ള ഒരു ഉടുപ്പും അവൻ ധരിച്ചിരുന്നത്. ആ ഡ്രസ്സ് കണ്ടാണ് ഇവൻ എൻ്റെ സഹോദരനാണെന്ന് ഞാൻ തിരിച്ചറിയാൻ ഇടയായത്. കാരണം 16 ദിവസമായി മരിച്ചിട്ട്. 6 ദിവസം മുമ്പ് ആണ് അവൻ മരിച്ച്. 6 ദിവസം കഴിഞ്ഞാണ് ഞാൻ 10 ദിവസം ഉപവാസം ഇരിക്കുന്നത്. 16 ദിവസം കഴിഞ്ഞാണ് ഈ ജഡം ഞങ്ങൾക്ക് കിട്ടുന്നത്. കണ്ട് അന്ന് ശവം ഞങ്ങൾ എടുത്ത് 2 പഞ്ചായത്തിന്റെ അതിരിലായിരുന്നു ഈ ശവം കിടന്നത്. അന്ന് 2 പഞ്ചായത്തിൽ നിന്നുള്ള പോലീസുകാരും നാട്ടുകാരും എല്ലാം മല മുഴുവനും നിറഞ്ഞു. അപ്പൊ ഞാനും ഈ ജോണി എന്ന സഹോദരനും, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു, അവന് നല്ല മദ്യപാനമായിരുന്നു, അവന് പൂസായിരുന്നു. അതുകൊണ്ട് അവൻ ഈ സ്മെല്ലോ ഇതൊന്നും അറിഞ്ഞില്ല, പൂസും പുറത്തായിരുന്നു. പക്ഷെ ഞാൻ പൂസും പുറത്തല്ലായിരുന്നു. എനിക്ക് നല്ല സുബോധമുള്ള സമയമാണ്. ഞാൻ ഈ ശവത്തെ ജോണി കാലേ പിടിച്ചു, ഞാൻ കയ്യെ പിടിച്ചപ്പോൾ കൈ രണ്ടും പറഞ്ഞു പോകും. പിന്നെ തോളെ കൂടെ കൈയിട്ട് പായ്ക്കകത്ത് എടുത്ത് പൊതിഞ്ഞു പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊടുത്തു വിട്ടു. അന്നേരം സമയം 3 മണി. തലേ ദിവസം 10 ദിവസം ഉപവാസം കഴിഞ്ഞ് വൈകുന്നേരം അത്താഴം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ ശവം. പിറ്റേ ദിവസം 3 മണി വരെ ഞാൻ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ആകെ എൻ്റെ ശരീരവും തളർന്നു, മനസ്സും തളർന്നു, എല്ലാ വിധത്തിലും ഞാൻ തകർന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ പിന്നെ എൻ്റെ മുന്നിലുള്ളത് ആത്മഹത്യ മാത്രമാണ്. അപ്പൊ ദൈവം എന്നൊരു ശക്തി ഇല്ല. കാരണം ഇവൻ മരിക്കാതിരിക്കാനാണല്ലോ ഞാൻ 10 ദിവസം ഉപവാസം. എന്നിട്ട് ഇവൻ മരിച്ചല്ലോ. അപ്പൊ എൻ്റെ ധാരണ ഇരുന്നത് ദൈവത്തിന് കഴിവില്ല, ഈ ഭൂമിയെ ഭരിക്കുന്നത് പിശാചാണ്. അപ്പൊ പിശാചിനാണ് ശക്തി. അതുകൊണ്ട് ഞാനും പിശാചിന്റെ പാതയിലേക്ക് പോവുക എന്നും പറഞ്ഞ് അന്ന് വീട്ടിൽ വന്നു. ചോറുണ്ണാൻ ഭാര്യ ചോറ് വളർത്തി തന്നു. ചോറ് ഉരുട്ടി കയ്യിലിങ്ങനെ വായിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ കയ്യേക്കോടെ പുഴു കയറിയതാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ചോറ് ഉണ്ണാതെ അവിടെ ഇട്ടു. 1 മാസത്തോളം തികഞ്ഞും ഒരു മാനസിക രോഗിയെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ഞാനായി. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ ആകെയുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ, അന്ന് പശു ഉണ്ടായിരുന്നു, പാല് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പശുവിനെ കറന്ന് പാലും കൊണ്ട് ചായ കുടിക്കും. 1 മാസം ഒരു ഭക്ഷണവും ഇല്ലാതെ ചായ മാത്രം കുടിച്ച് അങ്ങനെ ഒരു തികഞ്ഞ ഒരു മാനസിക രോഗിയെ പോലെയായി. അന്ന് ഞാൻ പിറ്റേ ദിവസം പോയി കടയിൽ പോയി 1/2 കിലോ കുരുടാൻ മേടിച്ചോണ്ട് വന്നു. എനിക്കും കഴിക്കണം. കാരണം ദൈവത്തിന് കഴിവില്ല. അതുകൊണ്ട് ഇനി എന്തിനു ജീവിക്കണം? 4 മരണം നിലവിൽ സംഭവിച്ചു, ആത്മഹത്യ. അതിൻ്റെ ഒപ്പം അമ്മയ്ക്ക് അറ്റാക്ക് വന്ന അമ്മയും മരിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 20ാമത്തെ ദിവസം മൂത്ത ചേട്ടൻ തൂങ്ങി മരിക്കുന്നത്. പുള്ളി നല്ല കലാകാരനായിരുന്നു, കേരളത്തിലെ നമ്പർ 1 കലാകാരനാണ്. ഒരു ആളുടെ പടം ഒന്നും വേണ്ട, ഒരാളെ മുന്നിൽ നിർത്തിയാൽ പുള്ളി നോക്കി വരയ്ക്കും. അതുപോലെ നല്ല കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളി സ്വന്തം പടം വരച്ച് മേശപ്പുറത്ത് വെച്ചേച്ച് പാനയിൽ തൂങ്ങി മരിച്ചു. അത് 20ാം മുഖം. 6 മാസം കൊണ്ട് 4 മരണം, 3 ആത്മഹത്യയും 1 അറ്റാക്കും. തികച്ചും ഞാൻ തകർന്നു പോയി. ഇനി ഒരു ജീവിതം മുന്നോട്ടില്ല. ഞാൻ കഴിക്കുക, നീയും കഴിക്കാൻ പറഞ്ഞ ഭാര്യയും കഴിക്കും. പക്ഷെ മോന്റെ വായിൽ ഇട്ടു കൊടുക്കാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് 1 മാസത്തോളം കുരുടാൻ വീട്ടിൽ അലമാരിക്കകത്തിരുന്നു.
ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യയ്ക്ക് ആദ്യം എന്താ സംഭവിക്കാൻ പോണേ. ബാത്റൂമിൽ പോയ 1 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞാൽ ബാത്റൂമിന്റെ വാതിലൊക്കെ വന്ന് മുട്ടിക്കൊണ്ടിരിക്കും. ഞാൻ വാതിൽ തുറക്കണം, എന്താ ബാത്റൂമിൽ തൂങ്ങിയോ മരിച്ചോ എന്നറിയാൻ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേ ഭാര്യ ഓടിപ്പോയി. അന്ന് രണ്ടാമത്തെ മോളെ 5 മാസം ഗർഭിണിയായി ഇരിക്കുന്ന സമയം അവൾ ഓടിപ്പോയി അലമാരിക്കകത്ത് നോക്കും, കുരുടാൻ പൊതി അഴിച്ചോ. 2000-ലെ ഇലക്ഷന് വോട്ട് പിടിക്കാൻ വന്ന സഹോദരന്മാരുടെ കയ്യിൽ അവൾ ആ കുരുടാൻ കൊടുത്തു വിട്ടു. ഒരപ്പച്ചൻ വന്നു, അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച ഒരു പൊതി തന്നാ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് ചോദിച്ചു. അന്നേരെ പുള്ളിക്ക് മനസ്സിലായി. കാരണം തുടരെ ആത്മഹത്യകൾ നടന്നപ്പം ആ പിതാവിന് മനസ്സിലായി ഇത് എന്തെങ്കിലും വിഷമായിരിക്കും. പുള്ളി വേഗം മുണ്ടിന്റെ മടിക്കുത്തി അയച്ച് ഇങ്ങോട്ട് ഇട്ടോ മോളെ എന്ന് പറഞ്ഞു. അവൾ അത് കൊടുത്തു വിട്ടു. 32 രൂപ കൊടുത്ത് മേടിച്ച 1/2 കിലോ കുരുടാനാണ്. അത് ആ പിതാവ് കൊണ്ടുപോയി. അത് കുരുടാൻ പോയതോടുകൂടി അന്ന് അവൾക്ക് ചെറിയൊരു ആശ്വാസമായി. പക്ഷെ അവളുടെ ഉള്ളില് ഈ വിഷമമുണ്ട്, എപ്പോ വേണേലും ഞാൻ മരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലും എന്റെ പുറകെ നടക്കും. ഈ മോന് പയ്യെ പിച്ച വെച്ച് നടക്കുന്ന പ്രായം, 10 മാസം പ്രായം, 1 വയസ്സ് പോലും കഴിഞ്ഞില്ല. അവന്റെ വായിൽ ഇട്ടു കൊടുക്കാൻ കെൽപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങള് കുരുടാൻ കഴിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്നും ഞാൻ വചനം വായിക്കും. ദൈവത്തെ തള്ളി പറഞ്ഞു എങ്കിലും ഞാൻ വചനവും വായിക്കും. ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ കമന്ന് കിടന്ന് ധ്യാനിക്കും. അതൊരു ശീലമായിരുന്നു. അങ്ങനെ ഞാൻ മേശപ്പുറത്ത് ഇങ്ങനെ കമന്ന് കിടന്ന് വചനം വായിച്ച് കമന്ന് കിടക്കുന്ന ആ സമയത്ത് ഒരു സ്വരം ഞാൻ കേട്ടു. മോനെ എന്ന് വിളിച്ചു, ജയിനെ എന്ന് വിളിച്ചു. അന്നേരം എനിക്ക് മനസ്സിലായില്ല ആരോ ആന്ന് ഓർത്ത് ഞാൻ തല പൊക്കി നോക്കി, ആരെയും കണ്ടില്ല. വീണ്ടും ജയിനെ എന്ന് വിളിച്ചു. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. മൂന്നാമത് ജയിനെ മോനെ എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, പഴയ നിയമത്തില് ഒരു പുരോഹിതന്റെ അടുത്ത് ഒരു ബാലൻ ദേവാലയത്തിലായിരുന്നപ്പോ ആ ബാലനോട്, ഏലി പുരോഹിതന്റെ അടുത്ത് ബാലനായിരുന്നപ്പോ ബാലനോട് ദൈവം സംസാരിച്ചത് എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ വേഗം എന്താ ദൈവമേ, നല്ല കലിപ്പാ, ദൈവത്തോട് നല്ല കലിപ്പാ. അതിനെ വായിക്കുമെങ്കിലും നമ്മുടെ ഉള്ളില് കലിപ്പാ. എന്താ ദൈവമേ എന്ന് ചോദിച്ചു. ദൈവം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ എന്താ ദൈവം, നീ എന്നെ അനുസരിച്ചാൽ നീ കടന്നു ചെല്ലുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടുന്നൊരു സ്വരങ്ങെത്തി. അപ്പൊ എനിക്ക് ഇച്ചിരിയോടെ കലിപ്പായി. എന്റെ ഭവനത്തിൽ അനുഗ്രഹമില്ല. 10 മക്കളില് 5 പേര്, 8 ആണും 2 പെണ്ണും, അതിന്റെ പകുതി 4 ആണും 1 പെണ്ണും ആത്മഹത്യ ചെയ്തു. 2 പേര് ആസിഡ് പിടിച്ച്, ഒരാള് പനാമൃ കഴിച്ച്, ഒരാള് കുരുടാൻ കഴിച്ച്, ഒരാള് തൂങ്ങി. ഇതിനൊപ്പം അപ്പൻ ചങ്കും കരളും എല്ലാം കുടിച്ച് ദ്രവിച്ച് അപ്പം മരിച്ചുപോയി. അമ്മ അറ്റാക്ക് വന്ന് അമ്മ മരിച്ചു. അങ്ങനെ മരണത്തിന്റെ ഒരു നീണ്ട നിരയായിരുന്നു. ആ അവസരത്തിൽ എൻ്റെ കുടുംബത്തില് 10-20 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന എൻ്റെ പിതാവിന്റെ എല്ലാ വസ്തുക്കളും നഷ്ടപ്പെട്ടു. അന്ന് പിന്നെ ഞങ്ങൾക്കുള്ള 5 ഏക്കർ സ്ഥലമാണ്, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ 5 ഏക്കർ സ്ഥലവും കൊണ്ട് ഒരു സൈഡില് കടബാധ്യത, ഒരു സൈഡില് കുടുംബ പ്രശ്നം, മറു സൈഡില് സഹോദരങ്ങളുടെ ആത്മഹത്യ, നാട്ടിലിറങ്ങാൻ പാടില്ല, വീട്ടിലിറങ്ങാൻ പറ്റില്ല, 1 രൂപ വരുമാനമില്ല. ആകെയുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു പശുവാണ്. സ്ഥലമുണ്ട്, 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും പശു മാത്രമേ വരുമാനമുള്ളൂ. ആ സാഹചര്യത്തില് 4 വശവും അടഞ്ഞു. ഇനി ഒരു വശമേ ഉള്ളൂ, സ്വർഗം. അപ്പൊ സ്വർഗവും കൈവിട്ടു എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്നെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ആത്മഹത്യ മാത്രമാണ് മുന്നിൽ. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒരു അനുഗ്രഹമില്ലാതെ കരക്കാർക്ക് അനുഗ്രഹം കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം ഞാൻ ചോദിച്ചു. അന്നേരം ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ മടക്കി തരുന്നു. അപ്പൊ എനിക്ക് വീണ്ടും കലിപ്പായി. ദൈവത്തോട് ഞാൻ നല്ല കലിപ്പിൽ തന്നെ ഞാൻ ചോദിച്ചു, എൻ്റെ അപ്പനെയും അമ്മേനെയും തരുമോ എന്ന് ചോദിച്ചു. കാരണം അപ്പനെയും അമ്മേനെയും കിട്ടിയല്ലോ, അവര് മരിച്ചുപോയല്ലോ. ഇപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് എന്ത് നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കി തരുന്നു. അന്ന് അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കഴിഞ്ഞ 2025 വർഷം മുമ്പാണ് ഈ സംഭവം നടന്നത്. എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞു, നീ എന്നെ അനുസരിച്ച. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെക്കാളും വിദ്യാഭ്യാസവും, എനിക്ക് 7ാം ക്ലാസ് വരെ ഞാൻ പോയെങ്കിലും ശരിക്കും മലയാളം വായിക്കാൻ അറിയില്ല, ഇംഗ്ലീഷ് എഴുതാനോ വായിക്കാനോ, എൻ്റെ വീട്ടുപേര് കോടമുള്ളിൽ നിന്ന് പോലും ഇംഗ്ലീഷിൽ എഴുതാൻ എനിക്ക് അറിയില്ല. കാരണം പഠിക്കാൻ വിട്ട സമയത്ത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുറകെയായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും കഞ്ചാവ് വലിച്ച് കിറങ്ങിയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ആരെയും വകവയ്ക്കില്ല, കാരണം അപ്പൻ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഒരിക്കൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പനയെ കയറി മാട്ടം പറിച്ച് കുടിച്ച്
പനയിലിരുന്ന് തെറി പറഞ്ഞു, നട്ടാ പകല്. ആ തെറി പറഞ്ഞുകൊണ്ടിരുന്നപ്പം വീട്ടിലെ പിതാവ് കന്നാർച്ചക്കയെ ചെത്തി നോക്കിയിരിക്കുക, മകൻ ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നതേ എൻ്റെ കയ്യിൽ കന്നാർച്ചക്ക തന്നിട്ട് പറഞ്ഞു, ഇത് തിന്നേച്ച് പോയി കിടക്കടാന്ന് പറഞ്ഞു. കാരണം കന്നാർച്ചക്ക പഴം തിന്നു കഴിഞ്ഞാൽ പൂസ് ഇറങ്ങി പോകുന്നു പിതാവിനറിയാം. അതുകൊണ്ട് കന്നാർച്ചക്ക ചെത്തി തന്നു, ഇത് തിന്ന്. അത് മേടിച്ച് കഴിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വെളിവില്ല. പിറ്റേ ദിവസം 12 മണി ആയപ്പോഴാണ് എനിക്ക് ബോധം തെളിയുന്നത്. ഞാൻ ഛർദിച്ച് വല്ലാതെ അവസ്ഥയിലായിപ്പോയി. കാരണം പനയെ കയറിയിരുന്ന് ഒരു കലം കള്ള് മുഴുവനും കുടിച്ച് പൂസായതാണ്. അന്നും ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട്, അറിയാലോ, കള്ളു കുടിച്ച് പൂസായവര് വഴിയിൽ കൂടെ പോകുമ്പോൾ ആടി ആടി പോകുന്ന മനുഷ്യൻ എങ്ങനെ വീണും വിറക്കിയൊക്കെയാണ് വീട്ടിലെത്തുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് വലിയ പനയുടെ മുകളിൽ നിന്ന് ദൈവം എങ്ങനെയോ എന്നെ താഴെ ഇറക്കി. ഇന്നും അത് എനിക്ക് വ്യക്തതയില്ല, എങ്ങനെ ഞാൻ ഇറങ്ങി വീട്ടിൽ കയറി വന്നു എന്ന് എനിക്കൊരു വെളിവുമില്ല. പക്ഷെ ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട്, ദൈവത്തിന് എന്തോ പദ്ധതി ഉള്ളത് കൊണ്ട് എൻ്റെ ജീവനെ നിലനിർത്തി. മോശയെ തെരഞ്ഞെടുത്തതുപോലെ എൻ്റെ ജനനത്തിൽ തന്നെ പിശാച് എന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ടു. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ ഒരു കരം, ഒരു കരുതല് എനിക്ക് ഉണ്ടായിരുന്നു. അന്ന് അവിടെ നിന്നെല്ലാം ദൈവം വിടുവിച്ച് വീണ്ടും ദൈവസന്നിധിയിലേക്ക് വന്നു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2002 രണ്ടാമത്തെ മോളെ ഭാര്യ പ്രസവിച്ചു. അതും ഓപ്പറേഷൻ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ കരിസ്മാറ്റിക്കില് ഉള്ള ഒരു ആന്റി പ്രവചിച്ചായിരുന്നു. എൻ്റെ അപ്പൻ പിതാവ് 2 കെട്ടിയത്. ആദ്യ ഭാര്യ മഞ്ഞപ്പിത്തം വന്ന് മരിച്ചുപോയി. രണ്ടാമത്തെ ഭാര്യയിലാണ് ഞങ്ങള് 10 മക്കളുണ്ടായി. അപ്പൊ ആദ്യത്തെ ഭാര്യ മരിച്ചു, രണ്ടാമത്തെ അതും അപ്പന്റെ ചേട്ടൻ നിൽക്കുമ്പോഴാണ് അപ്പൻ കല്യാണം കഴിച്ചത്. അപ്പന്റെ സ്വന്തം ചേട്ടൻ നിൽക്കുമ്പോൾ അപ്പൻ വിവാഹം കഴിച്ചു. ആദ്യത്തെ ഭാര്യ മരിച്ചു, പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ചു. എന്നതുപോലെ എൻ്റെ 2 സഹോദരന്മാര് പെണ്ണ് കെട്ടുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ കല്യാണം. അപ്പോ ഈ ആന്റി പ്രവചിച്ചു പറഞ്ഞു, പിതാവിന്റെ പാരമ്പര്യമാണ് നിനക്ക്, നിന്റെ ഈ ഭാര്യ മരിച്ചു, അടുത്തത് നീ ഒരു പെണ്ണ് കെട്ടുക, അതേ നിലനിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇത് എൻ്റെ ഭാര്യയുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ കൊച്ചു ഉണ്ടായി. 3 വർഷമാണ് ഈ ആന്റി പ്രവചിച്ചത്. 3 വർഷത്തിനുള്ളിൽ ഭാര്യ മരിക്കുന്ന. ആദ്യത്തത് ഓപ്പറേഷൻ ആയിരുന്നു. 1.25 വയസ്സായപ്പം അടുത്തത് രണ്ടാമത്തെ കൊച്ച് ഉണ്ടായി, അതും ഓപ്പറേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 1.25 വയസ്സായപ്പം മൂന്നാമത്തെ കൊച്ചു ഉണ്ടായി, അതും ഓപ്പറേഷൻ ആയിരുന്നു. 4 വർഷം കൊണ്ട് 3 ഓപ്പറേഷൻ. ആ സമയത്താണ്, ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്താണ് ഇവരുടെ കുത്തിക്കെട്ട് മുഴുവനും പഴുക്കുകയും, അന്ന് കുത്തിക്കെട്ടായിരുന്നല്ലോ, ഇപ്പോഴാണല്ലോ കുട്ടിയിലൊക്കെ ആയത്. ആ കുത്തിക്കെട്ട് പഴുക്കുകയും അത് പൊട്ടുകയും വലിയ പ്രയാസമായി. സാമ്പത്തികമില്ല, കടമായി, ആശുപത്രിയിലെ ബില്ല് പോലും തീർക്കാൻ പൈസ ഇല്ലാത്ത സാഹചര്യം, ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഇല്ലാതെ 3 ദിവസം ചേന പുഴുങ്ങി, ഒന്ന് ആലോചിച്ച്, പെറ്റ് കിടക്കുന്ന പെണ്ണിന് ചേന പുഴുങ്ങി കൊടുത്തു. കാരണം കപ്പ പോലും ഇല്ല. കപ്പ ഞാറുവാലിയ, കർക്കിടക മാസം, വേര് മാത്രമേ ഉള്ളൂ. ചേന പറിച്ചപ്പോൾ ചെറിയൊരു കഷ്ണം കിട്ടി, അത് പുഴുങ്ങി 3 ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ചേന പുഴുങ്ങി തന്നെ കഴിഞ്ഞു. ഭാര്യയ്ക്കും 3 പ്രകൃതി പിള്ളേർക്കും, 2 പ്രകൃതി പിള്ളേർക്കും. മൂന്നാമത്തെ വെച്ച് മുല കുടിക്കുന്ന സമയം, 56 പോലും ആയില്ല ആ സമയം. ഇന്നും ഞാൻ ഓർക്കുന്നു, മൂത്ത മോന് ഞങ്ങള് കാന്താരിമുളകും പൊട്ടിച്ച് ചേന പുഴുക്ക് തിന്നുമ്പോൾ അവന് ഞങ്ങൾ തേങ്ങ ചിരണ്ടി തേങ്ങയെ കൂട്ടി കൊടുക്കും. പക്ഷെ അവന് ഈ കാന്താരിമുളക് മുക്കി കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ വാശി പിടിച്ചു. ലാസ്റ്റ് അവന്റെ കരച്ചില് സഹിയിട്ട് ഞാൻ മുളകിന്റെ അകത്ത് മുക്കി ഇവന് കൊടുത്തു. അത് കഴിച്ച് ഇവന് എരിഞ്ചില് വന്നിട്ട് ലാസ്റ്റ് ഇവൻ ഈ പട്ടി നാക്ക് പുറത്തിടുന്നത് പോലെ നാക്ക് പുറത്തിട്ട് പെരക്കി വിറ്റും കാർക്കൊണ്ട് ഒരു തുള്ളി എണ്ണ പോലും അവന്റെ നാക്കെ തൂത്തു കൊടുക്കാൻ ഞങ്ങൾക്കില്ലായിരുന്നു. അന്ന് ഞാൻ ആകെ തകർന്നു പോയി. പക്ഷെ അവിടെ എല്ലാം ദൈവം ഞങ്ങളെ ഉള്ളം കയ്യിൽ താങ്ങിയതുപോലെ നടത്തി. ആ സമയത്ത് ഭാര്യ എതിരായിരുന്നു സ്നാനപ്പെടാൻ. അപ്പൊ എനിക്ക് സ്നാനപ്പെടണം, ശിശു സ്നാനം തെറ്റാ, മുതിർന്ന സ്നാനം വേണം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച്, കത്തോലിക്ക സഭയില് അത് വരട്ടെ, സഭയ്ക്ക് മാറ്റം വരട്ടെ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരു അച്ഛൻ പാസ്റ്റർ എന്ന് പറഞ്ഞ് കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു ദൈവദാസൻ, ഒരു കുടുംബത്തിൽ 18 മക്കള്. ആ 18 മക്കളില് 6 പേര് കന്യാസ്ത്രീമാരും 3 പേര് അച്ഛന്മാരും. അതിൽ ഒരച്ഛനാണ് ഈ അച്ഛൻ പാസ്റ്റർ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്. അച്ഛന്റെ പേര് ഞാൻ മറന്നുപോയി. കത്തോലിക്ക അച്ഛനായിരുന്നു.
ഈ പുരോഹിതൻ പട്ടം കെട്ടി കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന പുരോഹിതൻ. പുള്ളി ആ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്ക് മാനസിക രോഗം പിടിപെട്ടു. മാനസികരോഗിയായി പുള്ളീനെ ഇവിടെ മൂലമറ്റത്ത് ബിഷപ്പ് ഹൗസിൽ പ്രാന്താശുപത്രിയിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ വലിയ കുടുംബം ആയതുകൊണ്ട് അവിടെ നിന്ന് ഒളിവിൽ എന്നതുപോലെ മുട്ടത്തിൽ കൊണ്ടുവന്ന് ഒരു റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു. ആ റൂമിനോട് ചേർന്ന് 2 ഉപദേശിമാര് താമസിക്കുന്നത്, പ്രായം ചെന്ന അപ്പച്ചന്മാർ. ആ അപ്പച്ചന്മാർ ഞങ്ങളുടെ വീട്ടിലും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ അപ്പച്ചൻ്റെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞങ്ങള് ഈ ബന്ധുക്കോസുകാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു താല്പര്യം ഉണ്ടായത്. അങ്ങനെ ആ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങളോട് സുവിശേഷം പറയും. അപ്പസ്തോല പ്രവൃത്തി യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചവരെ വീണ്ടും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് അവരെ സ്നാനപ്പെടുത്തി. അപ്പോൾ രണ്ടാമത് സ്നാനപ്പെടുന്നത് തെറ്റല്ല എന്നുള്ള ബോധ്യം ആ അച്ഛനാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഞങ്ങള് സ്നാനപ്പെടാൻ തയ്യാറായി. അപ്പൊ ഭാര്യ എതിരായിരുന്നു. ഭാര്യയുടെ ചേച്ചി കന്യാസ്ത്രീ ആയതുകൊണ്ട് അവിടുന്ന് നല്ല ശക്തമായ എതിർപ്പായിരുന്നു. അപ്പൊ അന്നും എനിക്ക് ഈ അപ്പസ്തോല പ്രവൃത്തി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 16-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീ രക്ഷ പ്രാപിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ വചനം ഞാൻ മുറുകെ പിടിച്ചു. ഞാൻ ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ രക്ഷ പ്രാപിച്ചു, എൻ്റെ ഭാര്യയും എന്നോടൊപ്പം ഞങ്ങൾക്ക് ഒന്നിച്ച് സ്നാനപ്പെടണം. എനിക്ക് ഒറ്റയ്ക്ക് സ്നാനപ്പെട്ടാൽ പിന്നെ അത് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യയും എൻ്റെ ഒപ്പം വരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉറങ്ങാൻ നോക്കിയിരിക്കും, ഭാര്യ കൊന്തയില്ല. ഞാൻ ഉറക്കം നടിച്ചു കിടക്കും. അന്നേരം ഭാര്യയായിട്ട് കൊന്ത ചെല്ലുമ്പോൾ ഞാൻ പയ്യെ തോണ്ടും. അന്നേരം പുള്ളിക്കാരത്തി പറയും, എന്നാ ഒന്നുമില്ല, വീണ്ടും കിടക്കും. ഞാൻ ഉറങ്ങാൻ നോക്കിയിരിക്കുമായിരുന്നു, കൊന്തയില്ല. അങ്ങനെ മാതാഭക്തിക്കാരിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ദൈവം പിടിപ്പിച്ചു. 2002 ഇളയ മോളെ പ്രസവിച്ച് കിടന്ന സമയത്ത് അവളുടെ വായില് ക്യാൻസർ വന്ന് ഇവള് ആ സമയമാണ് ഈ പ്രവാചകി പറഞ്ഞ ആ ആന്റി പറഞ്ഞത്, പുള്ളി കിടക്കുക 3 വർഷം കഴിയുമ്പോൾ മരിക്കും, 3 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞു, ഇനി മരണമേ ഉള്ളൂ. അപ്പൊ ക്യാൻസറായി ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ, എൻ്റെ കുടുംബത്തിൽ 50-ൽ പരം ആൾക്കാര് ക്യാൻസർ വന്ന് തന്നെ മരിച്ചു. അപ്പൊ ആ ഒരു ശാപം പിതാവിന്റെ മൂത്ത ചേട്ടന്റെ 2ാമത്തെ മകനും മകന്റെ ഭാര്യയും ക്യാൻസർ വന്ന് മരിച്ചു. പിതാവിന്റെ 2ാമത്തെ ചേട്ടന്റെ 2 ആമക്കള് ക്യാൻസർ വന്ന് മരിച്ചു. 3ാമത്തെ ചേട്ടന്റെ മരുമോള് ക്യാൻസർ വന്ന് മരിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. പക്ഷെ ദൈവം അവിടെ സൗഖ്യമാക്കി. ഞങ്ങളുടെ മുന്നില്, പുള്ളിക്കാരത്തിന്റെ മുന്നില് ഒറ്റ വഴിയേ ഉള്ളൂ, മരണം. ഇനി മരിക്കും. കാരണം ചികിത്സിക്കാൻ വശമില്ല, ചേന ഒഴുങ്ങി കഴിഞ്ഞ അവസ്ഥയാണ്. അരി മേടിക്കാൻ പോലും വശമില്ലാത്തപ്പോൾ ക്യാൻസറിന് ചികിത്സിക്കാൻ പറ്റിയില്ല. അന്ന് ഹെൽത്തിൽ നിന്ന് ഈ ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും മരുന്നുമായിട്ട് നേഴ്സുമാർ വീടുകൾ സന്ദർശിക്കും. അങ്ങനെ ഒരു നേഴ്സ് വീട്ടിൽ വന്നപ്പോൾ ഇവള് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടു. മോണയിലായിരുന്നു ക്യാൻസർ വന്നത്. വെള്ളം പോലും ഇറങ്ങാതെ ഭാരപ്പെട്ടിരുന്നപ്പോ ഈ നേഴ്സ് വന്ന് ചോദിച്ചു, എന്താ പറ്റി മോളെ, ഒരു വല്ലായ്മന്ന്. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ വെള്ളം പോലും കുടിക്കത്തില്ല, മോണ ഇങ്ങനെ പഴുത്തിരിക്കുകയാണ്. അവര് നോക്കിയേച്ച് മോണ അസ്ഥി വരെ കാണാമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, മോളെ യൂ എന്നും വെച്ചേച്ച് ഇവര് ഇറങ്ങിപ്പോയി. ഇവരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഇവര് എല്ലാം വ്യാഴാഴ്ചയായിരുന്നു ആ സിസ്റ്റർ വീട്ടിൽ കൂടെ വരുന്നത്. പിറ്റത്തെ വ്യാഴാഴ്ച അവരുടെ സീനിയർ നേഴ്സിനെ പറഞ്ഞു വിട്ടു. ആ സിസ്റ്റർ വന്ന് നോക്കിയേച്ച് പറഞ്ഞു, മോളെ ഇത് ക്യാൻസറിന്റെ ആരംഭമാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ചികിത്സ തരണം, തിരുവനന്തപുരത്തേക്ക് വെക്കോ, വേറെ ഒരിടത്തും ക്യാൻസർ സെന്റർ ആശുപത്രിയിലേക്ക് പോക്കോ, വേറെ ഒരു ആശുപത്രിയിലും പോകരുത്, തിരുവനന്തപുരത്തിലേക്ക് പൊക്കോളാം. അപ്പൊ ഞങ്ങളുടെ മുന്നിൽ ഒരു മാർഗവും ഇല്ല. ആകെ ഒരു പഴയ ഒരു ചേതക്ക് സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. 3 ഓപ്പറേഷൻ കഴിഞ്ഞ് അതും കുത്തിക്കെട്ടെല്ലാം പഴുത്ത് വർണ്ണമായിരിക്കുന്ന സമയം. വെള്ളം പോലും ഇറക്കാൻ പറ്റില്ല. തകർച്ചയുടെ അങ്ങേയറ്റം. കാരണന്മാര് പറയല് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്ന് എന്ന് പറഞ്ഞാൽ എത്രത്തോളം തകരാമോ അത്രത്തോളം തകർന്ന അവസ്ഥ. അപ്പൊ ഞങ്ങളുടെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ദൈവശബ്ദം കേട്ട്, ദൈവസ്വരം കേട്ട് ഞാൻ സമർപ്പിച്ച അന്ന് എന്നിൽ നിന്ന് ആ ദുരാത്മാവ് വിട്ടുപോയി. ആത്മഹത്യയുടെ ദുരാത്മാവ് ദൈവം എന്നിൽ നിന്ന് പറിച്ചു കളഞ്ഞു. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പിന്നെ ചിന്തിച്ചിട്ടുമില്ല. അത് പിന്നെ അത് കഴിഞ്ഞും കഠിന ശോധനകൾ വന്നിട്ടും അവിടെ എല്ലാം ആത്മഹത്യയുടെ ചിന്ത പോലും എന്നെ അലട്ടിയില്ല. ദൈവം എന്നെ അവിടെ നിന്ന് വിടുവിച്ചു.
അങ്ങനെ 2002 ഈ ജോസഫ് അച്ഛൻ എന്ന് പറഞ്ഞ CSIയിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ഭാര്യയോട് പറഞ്ഞു നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാം. അച്ഛൻ ഇടുക്കി കുളമാവിന്റെ അവിടെയാണ്, നാടുകാണിയിലാണ് അച്ഛൻ ആരാധന നടത്തുന്നത്. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാം. അപ്പൊ പുള്ളിക്കാരത്തി നേരിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച ഒരു അമ്മച്ചിക്ക് സൗഖ്യം ഉണ്ടാകുന്നത് നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് വിശ്വാസമുണ്ട് പോയ വിടുതൽ കിട്ടുന്നു. അപ്പൊ പുള്ളിക്കാരത്തി പലപ്പോഴും എന്നോട് ചോദിക്കുമായിരുന്നു, ഞാൻ മരിച്ച 3 പ്രകൃതി പിള്ളേരാണല്ലോ, അപ്പം വേറെ പെണ്ണ് കെട്ടുവോ എന്ന് എന്നും എന്നോട് ചോദിക്കും. പുള്ളിക്കാരത്തിയുടെ ഏക ഇത് വിശ്വാസം, ഞാൻ വേറെ പെണ്ണ് കെട്ടും, പിള്ളേർ അനാഥമാകും. പുള്ളിക്കാരത്തി മരിക്കും, ക്യാൻസർ ആണല്ലോ, പിന്നെ വേറെ ചികിത്സിക്കാൻ പോകാൻ മാർഗവും ഇല്ലല്ലോ. അപ്പൊ മരണമാണ് മുന്നില്. പ്രവാചിക്ക് പ്രവചിച്ചത് കിടക്കുക 3 വർഷം. അപ്പൊ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പുള്ളിക്കാരത്തി എപ്പോഴും എനിക്ക് സ്വൈര്യം തരില്ല, എന്നും ഈ ചോദ്യം. ലാസ്റ്റ് ഞാൻ സഹിയിട്ട് ഞാൻ പറഞ്ഞു, നീ മരിച്ചാൽ ഞാൻ ഇവിടെ ചേര കയറ്റി ഉണങ്ങി വെക്കും. അപ്പൊ റബ്ബർ ഷീറ്റ് ഉണങ്ങുന്ന ഒരു ചേരുണ്ട്, ആ ചേര കയറ്റി ഞാൻ ഉണങ്ങി വെക്കൂ, മമ്മിയായിട്ട് ഞാൻ എന്നും കണ്ടുകൊണ്ടിരുന്നോളാം. സത്യത്തിൽ അന്ന് ഇവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ പറഞ്ഞതാണ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് 33 കിലോമീറ്റർ ഇവിടുന്നുണ്ട്, തെക്കുംഭാഗത്തുനിന്ന്, തൊടുപുഴയിൽ നിന്ന് 33 കിലോമീറ്റർ അകലെയാണ് ഈ അച്ഛൻ. കാറയിലേ പോകാൻ പറ്റില്ല, ഓപ്പറേഷൻ കഴിഞ്ഞ, അത് 3 ഓപ്പറേഷൻ കഴിഞ്ഞ ആളെ കാറയിലേക്ക് ഉണ്ടാവും. അതും മൊത്തം കട്ടറുള്ള വഴി, ഇന്നത്തെ വഴിയല്ല, അന്നത്തെ പഴയ വഴി എന്ന് പറഞ്ഞാൽ മൊത്തം കട്ടറ. ഈ കട്ടർ പിടിച്ച വഴി കൂടെ ഈ ചേതക്ക് സ്കൂട്ടറിൽ ഞങ്ങൾ 5 പേരും അച്ഛൻ്റെ അടുത്ത്. ഞങ്ങൾക്ക് ഒറ്റ വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം സൗഖ്യമാക്കുന്നു. അവിടുത്തെ ഒരു ഞായറാഴ്ച ആരാധനയുടെ സമയത്ത് അച്ഛൻ ക്യാൻസറിന്റെ ദുരാത്മാവെ വിട്ടുപോകും. ചെന്നതേ എന്റെ ഭാര്യ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ മരിക്കൂന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വിശ്വാസത്തിൽ വന്നെങ്കിലും ഞങ്ങൾ അച്ഛൻ അച്ഛാന്നാണ് വിളിക്കുന്നത്. അച്ഛൻ പാസ്റ്റർ ആയെങ്കിലും പാസ്റ്റർ എന്നല്ല ഞങ്ങൾ വിളിക്കുന്നത്, ഞങ്ങൾ അച്ഛാന്നാണ്. അപ്പൊ അച്ഛാ ഞാൻ മരിച്ചു പോകുന്നു. എന്നാ മോളെ എന്ന് ചോദിച്ചു. എനിക്ക് ക്യാൻസർ ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞു. ഒന്നുമില്ല മോളെ, ഭാരപ്പെടണ്ട, ക്യാൻസർ ഒന്നും അല്ല, ദൈവം സൗഖ്യമാക്കുന്നു. പക്ഷെ ഇല്ല അച്ഛാ, ഞാൻ മരിക്കും എന്ന് പറഞ്ഞു. ഇല്ല മോളെ, ദൈവം നിന്നെ സൗഖ്യമാക്കും, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞങ്ങൾ ആരാധനയ്ക്ക് കയറി. ആരാധനയുടെ മധ്യത്തില് അച്ഛൻ ഇറങ്ങി വന്ന് ഉള്ള തലയിലേക്ക് കൈ വെക്കാൻ ഇങ്ങനെ കൈ പൊക്കിയതേ ഉള്ളൂ, തല വെച്ചില്ല. ആ സമയത്ത് കയ്യിലിരുന്ന 56 ദിവസം പ്രായമുള്ള കൈക്കുഞ്ഞുമായിട്ട് ഇവള് നിലത്തേക്ക് വീണു. ആ വീഴ്ചയില് എൻ്റെ അടുത്ത് നിന്ന സഹോദരൻ ചാടി ഈ കൊച്ചിനെ മേടിച്ച് എൻ്റെ കയ്യിൽ തന്നു. ആ കിടന്ന കിടപ്പില് എൻ്റെ ഭാര്യ ദർശനം കണ്ടു. ഞങ്ങൾ ഒരുമിച്ച് ഒരു കുളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുന്നു 2002. അന്ന് 2003 ഞങ്ങള് AG സഭയിൽ അച്ഛന്റെ അനുഭവത്തോടു കൂടെ AG സഭയിൽ പോയി ഞങ്ങൾ സ്നാനപ്പെട്ടു തൊടുപുഴ. കാരണം ഈ 33 കിലോമീറ്റർ അകലെ പോകാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ തൊടുപുഴ ഒരു AG സഭയുണ്ട്, അവിടെ ഞങ്ങൾ പോയി സ്നാനപ്പെട്ടു പൊട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛന്റെ പൂർണ്ണ അനുഭവത്തോടു കൂടി AG സഭയിൽ പോയി ഞങ്ങൾ സ്നാനപ്പെട്ടു. ആ AG സഭയില് 9 വർഷം ഉണ്ടായിരുന്നു. 6 വർഷം ആ സഭയിലെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. 6 വർഷം എൻ്റെ ഭാര്യ അവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപികയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അവിടെ ആയിരുന്ന സമയത്താണ് 2006, ഇത് 2003, 2002 അവൾക്ക് ക്യാൻസർ വന്നത്. അന്ന് ദൈവം സൗഖ്യമാക്കി. അവളുടെ ഒപ്പം ക്യാൻസർ വന്ന കേരള കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവിന്റെ ആ പുള്ളിക്കാരത്തിക്ക് ക്യാൻസർ ആയിരുന്നു. ഇവൾക്കും ക്യാൻസർ വന്ന ആ സമയത്താണ് പുള്ളിക്കാരത്തി, എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, ആൻസി ജോയ്. പുള്ളിക്കാരത്തി ക്യാൻസർ വന്ന് 3 വർഷത്തിന് കഴിയുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തി മരിച്ചു. ഇന്നും എൻ്റെയോടൊപ്പം കർത്താവിന്റെ വേലയിൽ എൻ്റെ ഭാര്യയെ ദൈവം നിലനിർത്തി. അപ്പൊ ക്യാൻസറിന്റെ ആ ശാപത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തെ ദൈവം വീണ്ടെടുത്ത്. അതുപോലെ തന്നെ മറ്റൊരു ശാപമാണ് അറ്റാക്ക്. എൻ്റെ അമ്മയുടെ ആങ്ങള അറ്റാക്ക് വന്ന് മരിച്ചു. ആങ്ങളയുടെ 2 മക്കള് ആൺമക്കള് അറ്റാക്ക് വന്ന് മരിച്ചു. എൻ്റെ അമ്മ അറ്റാക്ക് വന്ന് മരിച്ചു. എൻ്റെ ഇപ്പോൾ ഞങ്ങൾ 5 സഹോദരങ്ങളുണ്ട്. ഈ 5 സഹോദരങ്ങളില് മൂത്ത സഹോദരൻ അറ്റാക്ക് ആയിട്ട് സെന്റ് മേരീസ് ആശുപത്രിയിൽ, തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ഒരു 2 വർഷം മുമ്പ് അറ്റാക്ക് ആയിട്ട് 13 ലക്ഷം രൂപ മുടക്കി. രണ്ടാമത്തെ സഹോദരൻ അറ്റാക്ക് വന്നിട്ട് 3 ലക്ഷം രൂപ മുടക്കി. പെങ്ങളെ തൃശ്ശൂരെ കെട്ടിച്ചേക്കണം. പെങ്ങൾക്ക് അറ്റാക്ക് ഇന്നും മരുന്നിലാണ്. പെങ്ങളുടെ ഭർത്താവിന് അറ്റാക്ക്. ദൈവത്തിന്റെ കൃപയാൽ ഒരസുഖവും എനിക്കില്ല.
ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല. കർത്താവിന്റെ അടിപ്പിണരാൽ എല്ലാം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയായി. യഥാർത്ഥമായി കർത്താവിൽ ആശ്രയിച്ചാൽ നമ്മുടെ ശാപവും രോഗവും കാൽവരി ക്രൂശില് യേശുക്രിസ്തു വഹിച്ചതാണ്. ആ യേശുക്രിസ്തുവിനില് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ഏത് ശാപവും, വളരെ ശാപത്തിൽ നിന്ന്, ആത്മഹത്യയുടെ ഒരു ശാപം, 5 പേര് ആത്മഹത്യ ചെയ്തു. ആ ശാപത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. 4 വട്ടം ആത്മഹത്യക്ക് ഒരുങ്ങിയവനാണ്. അവിടെ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. പിതാവിന്റെ ചേട്ടന്മാർക്ക്, മക്കൾക്കെല്ലാം ക്യാൻസർ. ആ ക്യാൻസർ എന്റെ ഭാര്യയ്ക്കും പിടിവിട്ടു. അവിടെ നിന്നും ദൈവം എന്നെ വിടുവിച്ചു, എന്റെ കുടുംബത്തെയും വിടുവിച്ചു. മാതാവിന്റെ പാരമ്പര്യം അറ്റാക്ക്. എന്റെ സഹോദരങ്ങൾ ഇന്നും മരുന്നേല, 4 സഹോദരങ്ങൾ ഇന്നും മരുന്നേല. പക്ഷെ 1 രൂപയുടെ മരുന്ന് പോലും കഴിക്കാതെ ദൈവം ഞങ്ങളെ അതിശയകരമായി, അത്ഭുതകരമായി നടത്തുന്നു. ഇന്ന് കുടുംബക്കാർക്കൊക്കെ ഞങ്ങളോട് ശത്രുതയാണ്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയും തകർത്ത് കളയണം. എന്നെ തകർക്കാൻ നോക്കിയിട്ട് നടന്നില്ല. BJPക്കാര് ആഴിപൂജ വരെ നടത്തി. അവിടെ എല്ലാം ദൈവം കൺമണി പോലെ താങ്ങി. ഒരിക്കൽ ഞാൻ ഒരു മരം വെട്ടാൻ പോയപ്പോൾ ലൈൻകമ്പിയുടെ മുകളിൽ കൂടെ ഒരു തെങ്ങ് വലിച്ചു കെട്ടിയതായിരുന്നു. ആ കമ്പി അഴിച്ചു വിട്ടപ്പോൾ ഈ ലൈൻകമ്പിയെ മുട്ടി, ലൈൻകമ്പി പൂത്തിരി പോലെ കത്തി താഴെ പൊട്ടി വീണു. എന്റെ കയ്യിൽ ഇങ്ങനെ കമ്പി ഇരിക്കുക. അന്നേരം ഞാൻ കാണുന്നത് കത്തിക്കരിഞ്ഞൊരു ശവമാണ് എന്റെ മുന്നിൽ കാണുന്നത്. അന്ന് ഈ തെങ്ങ് വെട്ടാൻ പോയത് ഒരു കത്തോലിക്കിന്റെ ഭവനമാണ്. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരൻ അച്ഛനാണ്. ആ അച്ഛന്റെ പെങ്ങള് കന്യാസ്ത്രീമാരാ, 2 പേര് കന്യാസ്ത്രീമാരാ. അതില് ഒരു കന്യാസ്ത്രീ ആ വീട്ടിലുണ്ട്. അവിടെയാണ് ഈ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ തെങ്ങ് വെട്ടാൻ പോയത്. ഞാനും വേറെ 2 പണിക്കാരെയും കൂട്ടിക്കൊണ്ടാ പോയത്. തെങ്ങ് വെട്ടാൻ മുകളിൽ കയറിയത് ഒരു കത്തോലിക്കനാണ്. താഴെ നിന്ന് എൻ്റെ കൂടെ താഴെ നിന്നത് ഒരു ഹിന്ദുവാണ്. അപ്പൊ മോളിൽ നിന്ന് തെങ്ങ് വെട്ടാനായിട്ട് കൈക്കോടാലിയായിട്ട് മുകളിൽ കയറിയപ്പോ കൈക്കോടാലി താഴെ വീണു. തൊട്ട് താഴെ ഞാൻ ഈ TV-യുടെ കൊട ഇരിപ്പുണ്ടായിരുന്നു. അത് എടുത്തു മാറ്റാനായിട്ട് മാറ്റിക്കൊണ്ടിരുന്നപ്പോ കോടാലി എൻ്റെ തോളയിൽ വന്നു വീണു. ആ മൊനയുള്ള ഭാഗമാണെങ്കിൽ തടിവെട്ടുകാരുടെ ആയുധം പറയണ നല്ല മൂർച്ചയുള്ള ആ ഉല്ലു കൊന്തത്തെങ്ങിന്റെ മുകളിൽ നിന്ന് എൻ്റെ തോളെ വന്ന് വീണപ്പോ ആയുധം മൂർച്ചയുള്ള ഭാഗം വീണെങ്കിൽ പൂളി പോവായിരുന്നു. പക്ഷെ ഒരു പോറല് പോലും പറ്റാതെ ദൈവം എന്നെ കൺമണി പോലെ കാത്ത്. അത് കഴിഞ്ഞാണ് ഈ ലൈൻകമ്പി പൊട്ടി താഴെ വീണത്. ലൈൻകമ്പി കത്തി താഴെ വീണിട്ടും എന്നെ ഒരു എർത്ത് പോലും അടിച്ചില്ല. ദൈവം കൺമണി പോലെ കാത്ത്. പിറ്റേ ദിവസം ഞങ്ങള് അന്നൊരു ശനിയാഴ്ച, പിറ്റേ ദിവസം ഇവിടെ ആരാധന നടക്കും. അപ്പൊ ഈ ലൈൻകമ്പി കത്തി പൊട്ടി വീണത് ഈ കന്യാസ്ത്രീ പറഞ്ഞു എൻ്റെ മാതാവേന്ന് വിളിച്ചു. കാരണം പൂത്തിരി കത്തുന്ന പോലെ ലൈൻകമ്പി കത്തുമായിരുന്നു. അപ്പൊ എൻ്റെ മാതാവേന്ന് പുള്ളിക്കാരത്തി വിളിച്ചു, കന്യാസ്ത്രീ. അവർക്ക് അതെന്നെ അറിയാവുള്ളൂ. മുകളിലിരുന്ന കത്തോലിക്കൻ പറഞ്ഞു ദൈവം നിന്നെ കാത്തിടാന്ന് പറഞ്ഞു. എൻ്റെ കൂടെ താഴെ നിന്ന സോമൻ പറഞ്ഞു, ഹിന്ദുവായ സോമൻ പറഞ്ഞു, എടാ നിനക്ക് നല്ല ആയുസ, നീ വേഗം പോയി ലോട്ടറി എടുത്താൽ നിനക്ക് ഭാഗ്യമുണ്ട്, ഇപ്പൊ ലോട്ടറി എടുത്താൽ ലോട്ടറി അടിക്കുന്നു. പക്ഷെ എനിക്കറിയാം ദൈവം എന്നെ വിടുവിച്ചതാ. ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് ദൈവം എന്നെ വിടുവിച്ചത്. എന്റെ കഴിവല്ല, എനിക്കൊരു കഴിവുമില്ല, ഒരു പ്രാഗൽഭ്യവും ഇല്ല, ഒരു പാരമ്പര്യവും ഇല്ല, ഒരു നല്ലതെന്ന് പറയാൻ ഒന്നുമില്ല. ചെറുപ്രായത്തിൽ 3 വയസ്സുള്ളപ്പോ ചാരായം കൂടി പഠിച്ചു. 5-ലും 6-ലൊക്കെ പഠിക്കുമ്പോൾ കഞ്ചാവിന് അടിമയാണ്. കഞ്ചാവ് വലിച്ചവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഞ്ചാവിന് അടിമയായാൽ അവൻ മാനസികരോഗിയായി മാറും. എൻ്റെ പിതാവ് അങ്ങനെ മാനസികരോഗിയായി മാറിയതാണ്. പിതാവിനെ കേരളത്തിലുള്ള സകല മാനസിക ആശുപത്രിയിലും കൊണ്ട് ചികിത്സിച്ചു. പക്ഷെ സൗഖ്യമായില്ല. അവസാനം പിതാവ് രക്ഷിക്കപ്പെട്ട് എൻ്റെ കരങ്ങളാൽ 15 ദിവസം ആശുപത്രി കിടന്നു. എൻ്റെ കരത്താൽ ഞാൻ വചനം പറഞ്ഞു. അവസാനം പിതാവ് എന്നോട് പറഞ്ഞു, മകനെ, ഞാൻ ആരുടെയും മുന്നിൽ തോറ്റിട്ടില്ല, പക്ഷെ നിന്റെ മുന്നിൽ ഞാൻ തോറ്റു എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയാവുന്നതുപോലെ ഞാൻ പിതാവിനോട് വചനം പറഞ്ഞു കൊടുത്തു. ഇന്നുവരെയും പിതാവ് ചെയ്തത് തെറ്റാ, പാവമാ. ആ പാവം യേശു ക്രിസ്തുവിനോട് ഏറ്റുപറ. അന്ന് ഞാനും പിതാവും സംസാരിച്ചു. പിറ്റേ ദിവസം പിതാവിന്റെ നാവ് ഇറങ്ങിപ്പോയി. പിന്നെ പിതാവിന് മിണ്ടാൻ പറ്റിയിട്ടില്ല. കിടന്ന കിടപ്പില് 3 ദിവസം കിടന്നു. ഈ 3 ദിവസവും ചങ്കത്ത് ഇങ്ങനെ വെക്കും, ഈശോ 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 എന്ന് വെച്ച്. 3-ാമത്തെ ദിവസം പിതാവ് മരിച്ചു. എൻ്റെ കരങ്ങളാൽ, എൻ്റെ ശുശ്രൂഷയാൽ പിതാവ് മരിക്കുവാൻ ഇടയായി.
അതുപോലെ തന്നെ അമ്മ അറ്റാക്ക് വന്ന് 3 ദിവസം അമ്മ ആശുപത്രിയിലായിരുന്നു. ആ അമ്മേനെയും ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. അമ്മയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി, രക്ഷിക്കപ്പെടുവാൻ ഇടയായി. സ്നാനപ്പെട്ടിട്ടില്ല, പിതാവും മാതാവും സ്നാനപ്പെടാൻ അവർക്ക് അവസരം കിട്ടിയില്ല. പക്ഷെ അവർ രക്ഷിക്കപ്പെടുവാൻ ഇടയായി. അവർ രണ്ടുപേരും നിത്യതയിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി, അന്ന് പിറ്റേ ദിവസം ഈ ലൈൻ കമ്പി പൊട്ടി വീഴുന്നതിന്റെ പിറ്റേ ദിവസം ഇവിടെ ആരാധന, അന്ന് 10-11 പേര് ഇവിടെ, 5-6 കുടുംബം ഇവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു ദർശനം കാണുക. ഞങ്ങളുടെ ഹാളിന്റെ നടുക്ക് ഒരു കളം, ചതുരത്തിൽ ഒരു കളം, അതിൽ 3 പേര് ഈ കളത്തിലേക്ക് എന്തൊക്കെയോ പറക്കി ഇടുക. ആ സമയത്ത് ഈ കളത്തിൽ നിന്ന് തീ കത്തുക. അപ്പൊ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ദർശനം ഞാൻ കാണുന്നത്. അപ്പൊ ഞാന് പാട്ട് നിർത്തി കഴിഞ്ഞപ്പോ ഈ ഇരിക്കുന്ന 3 വ്യക്തികളുടെ തലയ്ക്ക് മുകളിൽ തീ പൊങ്ങി. അപ്പൊ ഞാൻ എല്ലാവരോടും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ആരാധിക്കാം, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടു. ഇങ്ങനെ തീ കത്തുന്നത് പോലെ 3 പേര് എന്തൊക്കെയോ എടുത്തിടുന്നു, അവിടെ തീ ആളി കത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, എന്താണെന്നറിയില്ല, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ആ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുക, ഈ തീ കെട്ട്, ഈ അടുപ്പിലേക്ക് വിറക് വെച്ച് കത്തിക്കുന്ന ഒരു അടുപ്പിലേക്ക് വെള്ളം കോരി ഒഴിച്ചാൽ പെട്ടെന്ന് കരിയും പുകയും പൊങ്ങൂലോ എന്നതുപോലെ ഈ അടുപ്പിൽ നിന്ന് പുക കരി പൊങ്ങണ കണ്ടു. അത് കഴിഞ്ഞ് ഈ തീക്കണലിന് പകരം കരിക്കട്ട കാണുവാനിടയായി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ അയലോകത്തുള്ള, ഞാൻ മരിക്കുവാൻ വേണ്ടി ബലിതർപ്പണത്തിന് വയ്ക്കുന്ന ചോറ് കൊണ്ടുവന്ന്, ഞങ്ങൾ ഒരു ചെറിയ ഇടുക്ക് വഴിയാണ്, ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ വഴിയില്ല, നടപ്പ് വഴിയുള്ളൂ. വീടെന്ന് പറഞ്ഞാൽ 4 സെന്റ് സ്ഥലവും ഒരു വീടും ഉള്ളൂ. അങ്ങോട്ട് വഴിയില്ല, തൊണ്ടാണ്, 2 സൈഡും കരിങ്കല്ലിന് കിട്ടിയ തൊണ്ട. ആ 2 സൈഡിലും ഞങ്ങൾ കയറി വരുന്നതിന്റെ ഒരേ സ്ഥലത്ത് തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഈ ബലിക്ക് വെക്കുന്നത് പോലെ ചോറ് ഉരുട്ടി പൊതിച്ച് പൊതിയായിട്ട് പൊതിഞ്ഞ് ഈ കല്ലിന്റെ പൊത്തി കയറ്റി വെച്ചു. അത് കടന്നു പോയാൽ ഞാൻ മരിക്കണം, അതിനു വേണ്ടി ചെയ്തതായിരുന്നു. ആര്യപൂജയാണ് എനിക്ക് വേണ്ടി ചെയ്തത്. പക്ഷെ ദൈവത്തിന് എന്നെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ അറിയുന്നില്ല. പൈശാചിക ശക്തികളുടെ പ്രവർത്തനം അദൃശ്യ മണ്ഡലങ്ങളിലാണ്, പക്ഷെ അതൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ അവിടെ എല്ലാം ദൈവത്തിന്റെ ദൂതന്മാർ സംരക്ഷണം ഉണ്ടായിരുന്നു. അവയെ അവിടെ നിന്ന് ദൈവം വിടുവിച്ച് ഈ ആരാധന കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ ഈ ലോകത്ത് നിന്ന് ദൈവം മാറ്റി. ഞങ്ങളൊന്നും പ്രതികരിക്കാൻ പോയില്ല. ആ വ്യക്തിക്കും ക്യാൻസർ വന്നാണ് മരിച്ചത്. അത് കഴിഞ്ഞ് ഈ ദേശത്ത് ഇപ്പൊ ഞങ്ങൾ പാർക്കുന്നതിന്റെ ഒരു ഭാഗം BJPക്കാരുടെ കോട്ടയാണ്, ഒരു ഭാഗം കത്തോലിക്കരും. ഇരു കൂട്ടരും ഞങ്ങൾക്കെതിരാണ്. പക്ഷെ ദൈവം അവരുടെ മധ്യത്തിലെ ദൈവം ഞങ്ങളെ നിർത്തി. 2008 തോന്നുന്നു, 2008 2011 2012 ഞങ്ങള് ഇവിടെ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ, അവർക്ക് ക്യാൻസറാണ്. അപ്പൊ എൻ്റെ ഭാര്യയ്ക്ക് സൗഖ്യം കിട്ടിയത് കൊണ്ട് അവർക്കും വിടുതൽ കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും ഒരു വിശ്വാസം വന്നു, അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ഞാനും ഈ അച്ഛനും ഞങ്ങൾ കുറെ സഹോദരന്മാരും കൂടി ആ വീട്ടിൽ പ്രാർത്ഥന നടത്തി. അവർക്ക് വേണ്ടി ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥന നടത്തിയപ്പോൾ BJPക്കാർ വന്ന് ബഹളം ഉണ്ടാക്കി. അച്ഛനെ തല്ലാൻ കിട്ടാതെ വന്നപ്പോൾ ഞങ്ങൾ വേറെ അച്ഛനെ വണ്ടിയെ കയറ്റി പറഞ്ഞു വിട്ടു. അച്ഛൻ എന്ന് പറഞ്ഞാൽ 19 വയസ്സ് പ്രായമുള്ള ഒരു പുരോഹിതനാണ്. അവിടെ നിന്നാണ് പുള്ളി വിശ്വാസത്തിൽ വന്ന് പാസ്സായത്. അപ്പൊ പുള്ളിയെ തല്ലാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ കാറിനകത്ത് കയറ്റി പുള്ളിനെ പറഞ്ഞു വിട്ടു. പുള്ളി പോയപ്പോൾ പുള്ളിയെ കിട്ടാത്തതിന്റെ വാശിക്ക് BJPക്കാർ 2 പേര് എൻ്റെ ഇടത്തും വലത്തും നിന്ന് എന്നെ അടിച്ച്. ആദ്യം ഒരുത്തൻ ഓടി വന്ന് എന്നെ കോളറെ പിടിച്ച് വഴിയിലേക്ക് അടിച്ച്, വഴിയിൽ നിന്ന് ഞാൻ വന്നത് എൻ്റെ നാവിക്ക് ചവിട്ടി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 2 പേരും ഇരു സൈഡിൽ നിന്ന് എൻ്റെ കർണത്തിൽ അടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, നിന്നെ 3 ദിവസം നിനക്ക് തരാം, ഈ ദേശത്തുനിന്ന് വിട്ടുപോകണം. ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഞാൻ പറഞ്ഞു, മരിക്കാൻ ഞാൻ മരിച്ചതാ, 4 വട്ടം ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയതാ. അതുകൊണ്ട് ഇനി ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി അത് ഈ കരയെ കടന്ന് തന്നെ ജീവിക്കുന്നു പറഞ്ഞു. കാരണം ദൈവം എന്നോട് വ്യക്തമായിട്ട് 94 സംസാരിച്ചു. എസെക്കിയേൽ പ്രവചനം
2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യമാണ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അവിടെ നിന്ന് അതാണ് ഈ ദേശത്ത് പാർക്കുവാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചത്. ദൈവത്തിന് എന്നെ ആവശ്യം ഈ അന്ധകാരത്തിൽ കിടക്കുന്ന ഈ ജനത്തെ, സ്വന്തം കുടുംബത്തിലുള്ള സ്വന്തം ജനത്തെ വിടുവിക്കുവാനാണ് ദൈവം എന്നെ ഈ ദേശത്താക്കിയത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ആയുസ് തികയാതെ എന്നെ ഈ ഭൂമിയിൽ നിന്ന് ആർക്കും മാറ്റാൻ കഴിയില്ല. ഞാൻ അത് ഉറച്ചു വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വേല ഞങ്ങൾ ചെയ്യുന്നു. പലയിടങ്ങളിലും ഞങ്ങൾ ഇതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട തകർന്ന കുടുംബ ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുവാൻ ഒക്കെ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്നവര് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ഞങ്ങൾക്ക് വെള്ളമില്ല. ഇളയ മോള് ഇപ്പം നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അവളുടെ ഫീസ് അടയ്ക്കണം, 2-ാം വർഷത്തെ ഫീസ് അടയ്ക്കാനുണ്ട്. ഇന്നലെ അവളെ PTA മീറ്റിംഗ് ആയിരുന്നു, വിളിച്ചു. അപ്പോൾ 74,000 രൂപ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ച് ഈ 30-ാം തീയതി അടച്ചില്ലെങ്കിൽ അടുത്ത മാസം പരീക്ഷ എഴുതിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്നവര് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളെ കർത്താവ് ഈ ദേശത്ത് ഉപയോഗിക്കുവാൻ, അനേകർ നാശത്തിൽ അന്ധകാരത്തിൽ കിടക്കുന്നു, അവരെ അത്ഭുതകരമായ കർത്താവിന്റെ പാതയിലേക്ക് നയിക്കുവാൻ നിങ്ങളുടെ ഓരോരുത്തരും വലിയ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വചനങ്ങളെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. 34-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഇന്ന് ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് കടഭാരമുണ്ടെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഞങ്ങൾ വീടടക്കം ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇന്നും പകലില് ഞങ്ങള് അധികം പേരില്ലെങ്കിലും ഞങ്ങൾ കുടുംബമായിട്ടേ ഉള്ളൂവെങ്കിലും ആത്മാവിൽ ആരാധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ആ ദൈവകൃപയിൽ അന്ത്യത്തോളം നിലനിൽക്കുവാൻ, ഈ കൃപയിലേക്ക് അനേകരെ നേടുവാൻ നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ദേവദാസനെ. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എത്ര വലുതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അഗോചരം അത്രയെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് ഈ ഒരു സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. നമുക്ക് ഹല്ലേലൂയ, ആർക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും ദൈവത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും ഒന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല. ദൈവം ഹല്ലേലൂയ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ഹല്ലേലൂയ, തകർന്നടിഞ്ഞൊരു കുടുംബത്തിൽ നിന്ന് കർത്താവ് ഹല്ലേലൂയ പ്രിയപ്പെട്ട ദേവദാസനെ വിളിച്ച് വേർതിരിക്കുവാനിടയായി തീർന്നു. ദേശത്ത് ഒത്തിരി പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് ദേശത്ത് ധൈര്യത്തോടെ പ്രത്യാശയോടെ നിലനിർത്തിയിരിക്കുന്നു. കർത്താവിനെയും സഹായിക്കട്ടെ. അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് കുടുംബമായി സഹായിക്കട്ടെ. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഈ സന്ധ്യാസമയത്ത് കർത്താവെ, അടിയന്റെ സാക്ഷ്യം കർത്താവെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏത് പ്രതിസന്ധിയിൽ ആയിരുന്നാലും അവിടെ നിന്ന് വിടുവിക്കുന്ന ഒരു കരം ഞങ്ങൾക്ക് ഉണ്ട് എന്ന് അനുഭവത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഇത് അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവെ, തകർന്ന ഹൃദയങ്ങളെ ബലപ്പെടുത്തുവാൻ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന ഏത് വ്യക്തിയെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ ആണിപ്പല്ലേറ്റ പൊന്നു കരം വെച്ച് അവിടുന്ന് വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യയെ ക്യാൻസറിന്റെ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച ദൈവം ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ക്യാൻസറിന്റെ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അവിടുത്തെ കരം വെച്ച് അവിടുന്ന് വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കും. ഒരു ദൈവിക സമാധാനം ഉള്ളത്തിൽ അനുഭവിപ്പാൻ അവിടുന്ന് ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ദേവദാസനെ. കർത്താവ് സഹായിക്കട്ടെ.